Okay, good morning students. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഏതാ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലെക്ചർ തന്നു കഴിഞ്ഞു. അതെന്തായിരുന്നു? നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു അല്ലേ? എന്തൊക്കെയാ ഫോറസ്റ്റ് റിസോഴ്സസിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? എങ്ങനെ അതിന്റെ യൂസ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ, മൈനിങ്, ഡാംസ് ആൻഡ് ദെയർ എഫക്ട്സ്, അതെല്ലാം നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് വാട്ടർ റിസോഴ്സസിനെ കുറിച്ചാണ്. നമുക്ക് ഈ മൊഡ്യൂളിൽ ഫോറസ്റ്റ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, ഫുഡ് റിസോഴ്സസ്, എനർജി റിസോഴ്സസ്, ലാൻഡ് റിസോഴ്സസ്, ഇതിനെ കുറിച്ചെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് വാട്ടർ റിസോഴ്സസിനെ കുറിച്ച് നോക്കാം. ഓക്കെ ഓക്കെ സോ വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം അല്ലെ? നമ്മുടെ ലൈഫിന് അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ് വെള്ളം അല്ലെ? വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വിത്തൗട്ട് വാട്ടർ വി കനോട്ട് ലിവ്. ഓക്കെ സോ അതെന്താ? അതൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്. ആക്സസ് ടു വാട്ടർ ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ്. നമ്മുടെ അവകാശമാണ് അല്ലെ? സിൻസ് ആൻഷ്യന്റ് ടൈംസ് വാട്ടർ ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് അതായത് പണ്ട് കാലം തൊട്ടേ വാട്ടർ എന്ന് പറഞ്ഞ ഒരു ഇൻവാല്യുബിൾ റിസോഴ്സ് ആയിട്ട്, അതായത് വിലമതിക്കാനാവാത്ത ഒരു റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലെ? ഇറ്റ്സ് എ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്? നമ്മൾ പറഞ്ഞു അത് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ അത് റിന്യൂ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ആണ് റിന്യൂവബിൾ റിസോഴ്സ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിലൊന്നാണ് വാട്ടർ റിസോഴ്സ് അല്ലെ? നമ്മൾ വെള്ളം ഉപയോഗിച്ചാലും അത് എന്താണ് അന്തരീക്ഷത്തിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ? എങ്ങനെ? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ വഴി. അതായത് ഈ റിവറിൽ നിന്നൊക്കെയുള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോയി, അത് കണ്ടൻസ് ചെയ്ത് ക്ലൗഡായി കണ്ടൻസ് ചെയ്ത് അത് എന്താണ് മഴയായിട്ട് പെയ്യും. അങ്ങനെ വാട്ടർ ഉണ്ടാവും അല്ലെ? സോ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമ്മളത് യൂസ് ചെയ്താലും അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് മേ ചേഞ്ച് ഇറ്റ്സ് ഫോം ബട്ട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓൺ എർത്ത് ഹാസ് റിമൈൻ സെയിം. അതായത് അതതിന്റെ ഫോം ചേഞ്ച് ചെയ്യും. എന്ന് വെച്ചാൽ വാട്ടർ ആയിട്ട് തന്നെ കാണണമെന്നില്ല. ഐസ് ആയിട്ടായിരിക്കും, അതായത് മഞ്ഞൊക്കെ ആയിട്ടായിരിക്കും, സ്നോ. ഓക്കെ അങ്ങനെ കാണാം. അതൊരു ഡിഫറെന്റ് ഫോംസിൽ കാണാം. പക്ഷെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഭൂമിയിൽ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ നമ്മുടെ എർത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 70-75% ഓഫ് എർത്ത് സർഫസ് എന്താ? വാട്ടർ ആണ്. എർത്ത് സർഫസിന്റെ 75% വെള്ളമാണ്, ബാക്കിയാണ് ലാൻഡ് ഉള്ളൂ. ഓക്കെ ഇൻ വിച്ച് 97.2% ഈസ് ലോക്ക്ഡ് ഇൻ സീ ഓർ ഓഷ്യൻസ്. അതായത് ഭൂമിയുടെ സർഫസിന്റെ 70-75% വാട്ടർ ആണ്. അതിൽ 97.2% എന്താ? കടലിലാണ്. കടലിലെന്ന് വെച്ചാൽ അത് സോൾട്ട് വാട്ടർ ആണ്. നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതൊക്കെ പ്രോസസ് ചെയ്തിട്ടൊക്കെ, അതായത് ഡീസലൈനേഷൻ നടത്തിയിട്ട് അത് പ്രോസസ് ചെയ്തിട്ട് അതിന്റെ ഉപ്പ് കളഞ്ഞിട്ടൊക്കെ നമുക്ക് ഫ്രഷ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പക്ഷെ നമ്മുടെ പറയുന്നത് എന്താ? നമ്മുടെ ടോട്ടൽ വാട്ടറിന് 97.2% എന്താണ്? കടലിലുള്ള സോൾട്ട് വാട്ടർ ആണ്. ഓൺലി 40 മില്യൺ കിലോമീറ്റർ ക്യൂബ് ഈസ് ഫ്രഷ് വാട്ടർ ഔട്ട് ഓഫ് 1400 മില്യൺ കിലോമീറ്റർ ക്യൂബ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. അതായത് എർത്തിൽ 1400 മില്യൺ കിലോമീറ്റർ ക്യൂബ് അത്രയും വോള്യം വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് 14 മില്യൺ കിലോമീറ്റർ ക്യൂബ് മാത്രമേ ഉള്ളൂ എന്ത്? ഫ്രഷ് വാട്ടർ. ബാക്കി എന്താണ്? ബാക്കി സോൾട്ട് വാട്ടർ ആണ്. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വാട്ടർ ആണ്. ഓക്കെ പിന്നെ മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ ഫോർ അവർ യൂസ്. നമ്മൾ എവിടെ നിന്നൊക്കെയാണ് വാട്ടർ നമ്മുടെ യൂസിന് വേണ്ടിയിട്ടുള്ള വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് റെയിൻഫോൾ അല്ലെ? മഴവെള്ളം. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ എന്താ? ഭൂഗർഭജലം. എർത്തിന്റെ അടിയിലുള്ള വാട്ടർ. പിന്നെ സർഫസ് വാട്ടർ, അത് ഭൂഗർഭജലം നമുക്ക് എങ്ങനെ കിട്ടുന്നത്? വെല്ലൊക്കെ, കിണർന്നൊക്കെ അല്ലെ? പിന്നെ സർഫസ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? എർത്തിന്റെ സർഫസിൽ കാണുന്നത്, അതായത് നമ്മുടെ റിവർ, ലേക്സ്, അങ്ങനെ പുഴകളിലൊക്കെ ഉള്ള വാട്ടർ, അതാണ് സർഫസ് വാട്ടർ. ഇത് മൂന്നുമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ ആണ് എന്താ? റെയിൻ വാട്ടർ എന്താ? മഴവെള്ളം എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? മഴ പെയ്യുമ്പോൾ അല്ലെ? എങ്ങനെയാ മഴ പെയ്യുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ജലം, അതായത് റിവറില് ലേക്കിലൊക്കെ സർഫസ് വാട്ടേഴ്സ്, അത് എന്താണ് സൺലൈറ്റ് ഏറ്റിട്ട് ഇവാബ്രേറ്റ് ചെയ്ത് പോകും അല്ലെ, സൂര്യപ്രകാശം കൊണ്ട് അത് ബാഷ്പീകരിച്ച് പോവും അല്ലെ, ഇവാബ്രേറ്റ് ചെയ്തിട്ട് അത് മുകളിലെത്തി ക്ലൗഡായി കണ്ടൻസ് ചെയ്തിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത് അല്ലെ. അതായത് അതിനാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് റെയിൻ വാട്ടർ കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ വെറ്റസ്റ്റ് കൺട്രീസ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ ആവറേജ് ആനുവൽ റെയിൻഫാൾ 1170 mm ഉള്ളത് കൊണ്ട് നമ്മുടെ കൺട്രി വൺ ഓഫ് ദ വെറ്റസ്റ്റ് കൺട്രി തന്നെയാണ് പറയുന്നത്. ഓക്കെ, there are large variations in seasonal and geographical distribution of rainfall over the country. വേരിയേഷൻസ് ഉണ്ടാവാം. ഇപ്പൊ നമുക്കറിയാം നമ്മള് കഴിഞ്ഞ തവണയല്ല 2018 ഫ്ലഡ് ഒക്കെ വന്ന എങ്ങനെയാ, മഴ കൂടുതലായതുകൊണ്ട് അല്ലെ. സോ അങ്ങനെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആവറേജ് ആനുവൽ റെയിൻഫാൾ ഇന്ത്യയിൽ എത്ര 1170 ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ആണ് റെയിൻ വാട്ടർ. മഴവെള്ളമാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതുപോലെ റെയിൻ വാട്ടർ ഫോം ബൈ ഹൈഡ്രോളജിക്കൽ സർക്കിൾ അല്ല കേട്ടോ, സൈക്കിൾ എന്നാണ് നമുക്ക് റെയിൻ വാട്ടർ കിട്ടുന്നത്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിന്റെ താഴെ, ബിനീത് ദ എർത്തിന്റെ താഴെ ഉള്ള വാട്ടർ ആണ് ഗ്രൗണ്ട് വാട്ടർ വിച്ച് ഈസ് അവൈലബിൾ ബിനീത് ദ എർത്ത് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയാ, ഇപ്പൊ ചില വീടുകളിലൊക്കെ ബോർവെല്ല്, കുഴൽക്കിണറൊക്കെ കണ്ടിട്ടില്ലേ. കുഴൽക്കിണർ മാത്രമല്ല, നമ്മുടെ സാധാരണ സാധാരണ കിണറുകളും അതൊക്കെ ഗ്രൗണ്ട് വാട്ടർ ആണ് റീചാർജ് ചെയ്യുന്നത് അല്ലെ. സോ അത് നമ്മൾ വേരിയസ് പർപ്പസസിന് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ വെൽസ് എന്നാണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്നത്. അത് മെയിൻലി നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് ഇറിഗേഷൻ പർപ്പസസിനൊക്കെയാണെന്നാണ്. അതായത് നിയർലി 85% ഓഫ് ദ കറന്റ്ലി എക്സ്പ്ലോയിറ്റഡ് ഗ്രൗണ്ട് വാട്ടർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഇറിഗേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യസ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ആർ 10 times ഓഫ് ഇറ്റ്സ് ആനുവൽ റെയിൻഫാൾ. അതായത് ഇന്ത്യയിൽ ആനുവൽ റെയിൻഫാളിൽ നിന്ന് കിട്ടുന്ന വാട്ടറിനേക്കാൾ 10 times കൂടുതലാണ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ഈസ് നൗ ദ സോഴ്സ് ഓഫ് 4/5 ഓഫ് ദ ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവരുടെ വാട്ടർ സപ്ലൈയുടെ 4/5 ഈ ഗ്രൗണ്ട് വാട്ടർ ആണെന്നാണ് പറയുന്നത്. അതായത് കിണറുകളിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത് അല്ലെ. ആൻഡ് അറൌണ്ട് ഹാഫ് ഓഫ് അർബൺ ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസ്. അതായത് സിറ്റികളിലും അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും ഏകദേശം ഹാഫ്, അവരുടെ വാട്ടർ സപ്ലൈന്റെ ഹാഫ് ഒക്കെ എടുക്കുന്നത് ഈ ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് വാട്ടർ സോഴ്സ് ഗ്രൗണ്ട് വാട്ടർ. അടുത്തത് സർഫസ് വാട്ടർ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഈ പുഴകളിലൊക്കെ ഉള്ള വെള്ളം അല്ലെ. വാട്ടർ അവൈലബിൾ ഇൻ എർത്ത് സർഫസ് സച്ച് ആസ് ലേക്സ്, റിവേഴ്സ്, സീ എക്സെട്ര. അതായത് എർത്തിന്റെ സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ, ലേക്കിലും റിവറിലൊക്കെ കാണപ്പെടുന്ന വാട്ടർ. There are 14 major, 44 medium and 55 minor river basins in country. നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. 14 മേജർ റിവേഴ്സ് ഉണ്ട്, 44 മീഡിയം ആൻഡ് 55 മൈനർ ആയിട്ടുള്ള റിവർ ബേസിൻസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ അതിന്നൊക്കെയാണ് നമുക്ക് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളത്. ദ മേജർ റിവർ ബേസിൻ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 83 to 84% ഓഫ് ദ ടോട്ടൽ ഡ്രെയിനേജ് ഏരിയ. അതായത് ഇപ്പൊ ടോട്ടൽ റിവറിലേക്കുള്ള ഡ്രെയിനേജ് ഏരിയയുടെ മേജർ 83 to 84% ഈ മേജർ റിവർ ബേസിൻസ് എന്നുള്ളതാണ്. ഓക്കെ, റിവർ ബേസിൻസ് എന്ന് വെച്ചാൽ നദീതടങ്ങൾ എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് റിവറിന്റെ തീരങ്ങൾ. അപ്പൊ അവിടെ പെയ്യുന്ന മഴയൊക്കെ ഒലിച്ചിട്ട് ഈ റിവറിലേക്കാണല്ലോ വന്നു ചേരുന്നത്. സോ അതിനെയാണ് റിവർ ബേസിൻ. ആ ഡ്രെയിനേജ് ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ്. ആ റിവറിന് എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നത് ആ ഏരിയ, അതിനെയാണ് നമ്മൾ ഡ്രെയിനേജ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡ്രെയിനേജ് ഏരിയയുടെ മേജറും പോർഷനും മേജർ റിവർ ബേസിൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, India has the largest irrigation infrastructure in the world, but the irrigation efficiencies are low at around 35%. അതായത് ഇപ്പോൾ വേൾഡിൽ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ലാർജസ്റ്റ് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ഡാംസ് ഒക്കെ പോലെയുള്ള അങ്ങനത്തെ ലാർജസ്റ്റ് സ്ട്രക്ചേഴ്സ് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും അത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വാട്ടർ സോഴ്സസ് കണ്ടു. 3 മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ ഫോർ അവർ യൂസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? റെയിൻഫാള്, ഗ്രൗണ്ട് വാട്ടർ, സർഫസ് വാട്ടർ. ഇനി നമുക്ക് കാണാനുള്ളത് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടറിന്റെ യൂസ്, ഓവർ യൂട്ടിലൈസേഷൻ ആൻഡ് പൊല്യൂഷൻ ആണ്.
ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും ഉള്ളതാണെന്ന് കൂടി കണക്കിലെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലാണ്ട് ഓവർ യൂട്ടിലൈസേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സംഭവം വാട്ടർ റിസോഴ്സ് നമ്മൾ പറഞ്ഞു റിന്യൂവബിൾ റിസോഴ്സ് ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും സ്പീഡിൽ അത് എന്ത് റിന്യൂ ആവണമെന്നില്ല. അങ്ങനെ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതും തീർന്നു പോകും അല്ലേ? സോ നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ആൾ ഫോംസ് ഓഫ് ലൈഫ്. നമുക്കറിയാം അല്ലേ? എല്ലാവർക്കും വെള്ളം അത്യന്താപേക്ഷിതമാണ്. Many uses of water include agricultural, industrial, household, recreational and environmental activities. വാട്ടറിന്റെ യൂസസ് എന്തൊക്കെയാ? അഗ്രികൾച്ചർ കൃഷിയുടെ ആവശ്യങ്ങൾക്ക്, ഇൻഡസ്ട്രിയൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണം, ഹൗസ് ഹോൾഡ് നമ്മുടെ ഡൊമസ്റ്റിക് യൂസസിന്, അതുപോലെ റിക്രിയേഷണൽ എന്ന് വെച്ചാൽ എന്താ നമ്മള് വിനോദസഞ്ചാരത്തിന് ഒക്കെ ആയിട്ട് എന്താണ് വെള്ളം ആവശ്യമാണ്. all of these require fresh water. ഇതിനൊക്കെ എന്താ ഫ്രഷ് വാട്ടർ തന്നെ വേണം അല്ലെ? അല്ലാണ്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ എർത്ത് സർഫസിന്റെ കൂടുതൽ പോർഷനും എന്താണ് ഫ്രഷ് വാട്ടർ അല്ല അല്ലെ? എന്താണ് സീ വാട്ടർ അല്ലെങ്കിൽ ഓഷ്യനിൽ കാണുന്ന വാട്ടർ ആണ്. സോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്ത് വേണം? ഫ്രഷ് വാട്ടർ തന്നെ വേണം. നോ പ്ലാന്റ് ആൻഡ് അനിമൽ ക്യാൻ സർവൈവ് വിത്തൗട്ട് വാട്ടർ. വെള്ളം ഇല്ലാണ്ട് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് സസ്യങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും എന്താണ് വെള്ളം ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. If water in our body drops 1%, we feel thirst. If it drops 10%, we face death. അതായത് നമ്മുടെ ശരീരത്തിലെ വെള്ളം 1% കുറഞ്ഞാൽ നമുക്ക് ദാഹം അനുഭവപ്പെടും. പക്ഷെ 10% കുറഞ്ഞാൽ നമ്മൾ ഡെത്ത് വരെ സംഭവിക്കാം. ഓക്കെ, അതാണ് വെള്ളമില്ലാത്ത അവസ്ഥ വന്നാലുള്ള പ്രശ്നം. ഓക്കെ, with the growth of increasing in population, the demand for water is also increases. അതായത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് വാട്ടർ ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലേ ഈ ഓവർ യൂട്ടിലൈസേഷൻ ഒക്കെ വരുന്നത്. ദസ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ ഈസ് ഒക്കേഴ്സ്. അങ്ങനെയാണ് ഓവർ യൂട്ടിലൈസേഷൻ വരുന്നത്. അത് മാത്രമല്ല, മോസ്റ്റ് പീപ്പിൾ യൂസ് മോർ വാട്ടർ ദാൻ ദേ ആക്ച്വലി റിക്വയർഡ്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള യൂസ് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടും. അത് മാത്രമല്ല, നമ്മളിപ്പോ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ ലൈഫൊക്കെ ലക്ഷറിയസ് ലൈഫൊക്കെ ആണ് ഇപ്പോ അല്ലെ? പണ്ടത്തെ പോലെ പണ്ട് ആൾക്കാർ എന്താ ജസ്റ്റ് കിണറിന്ന് വെള്ളം കോരുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നു അങ്ങനെ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മള് നമ്മുടെ വീട്ടിലൊരു ടാങ്ക് വെക്കുന്നു, ആവശ്യത്തിന് വെള്ളം എല്ലായിടത്തും എത്തുന്നു പൈപ്പ് വഴി, നമ്മൾ ലാവിഷായിട്ട് യൂസ് ചെയ്യുന്നു അല്ലെ? ഇപ്പം ബാത്റൂമിലൊക്കെ ഷവർ, അതൊക്കെ ശരിക്കും എന്താ നമ്മുടെ ലക്ഷറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ എന്താ വെള്ളം പാഴാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? മോസ്റ്റ് ഓഫ് പീപ്പിൾ യൂസ് മോർ വാട്ടർ ദാൻ ദേ ആക്ച്വലി റിക്വയർഡ്. അവർക്ക് ശരിക്കും വേണ്ടതിനേക്കാൾ കൂടുതൽ വെള്ളം അവർ യൂസ് ചെയ്യുന്നു. സച്ച് ആസ് ഫോർ ബാത്തിങ്, വാഷിംഗ്, അഗ്രികൾച്ചർ പർപ്പസ്, ഇറിഗേഷൻ എക്സെട്ര. എല്ലാത്തിനും നമുക്ക് വേണ്ടതിലും കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഓവർ യൂട്ടിലൈസേഷൻ വരുന്നത്. അങ്ങനെയാണ് വെള്ളം എന്ത് ചെയ്യുന്നത്? ഇല്ലാണ്ടാവുന്നത്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ അഗ്രികൾച്ചറൽ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വാട്ടറിന്റെ യൂസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൈ ഡ്രിപ്പ് ഇറിഗേഷൻ വി ക്യാൻ റെഡ്യൂസ് ദ യൂസ് ഓഫ് വാട്ടർ ഇൻ ഇറിഗേഷൻ പർപ്പസ്. ഇപ്പൊ ഇറിഗേഷന്റെ ഒക്കെ കേസിൽ, അതായത് നമ്മളിപ്പം കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ ചെടികളൊക്കെ നനയ്ക്കുന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യാം. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇട്ടിട്ട് ഡയറക്റ്റ് പ്ലാന്റ്സിന്റെ റൂട്ടിലേക്കാണ് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്താ വ്യത്യാസം? അപ്പൊ അതിനാവശ്യമുള്ള വെള്ളം കറക്റ്റ് അതിന്റെ റൂട്ടിലേക്ക് മാത്രം സപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ? നമ്മുടെ വെള്ളത്തിന്റെ യൂസ് കുറയും. സോ അങ്ങനെ ഓരോ ടെക്നിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇതൊക്കെ എടുത്ത് നമുക്ക് ഒഴിവാക്കാം അല്ലെ? അങ്ങനെ നമുക്ക് വെള്ളത്തിന്റെ യൂസ് കുറയ്ക്കാം. അഗ്രികൾച്ചർ പൊല്യൂട്ട് സർഫസ് ആൻഡ് പൊല്യൂഷന്റെ കാര്യം വരുവാണെങ്കിൽ, അഗ്രികൾച്ചർ പൊല്യൂട്ട് സർഫസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. നമുക്കറിയാം, നമ്മൾ കൃഷിക്ക് കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ? അത് സർഫസ് വാട്ടറിനെയും പൊല്യൂട്ട് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിനെയും പൊല്യൂട്ട് ചെയ്യും അല്ലെ? സർഫസ് വാട്ടറിനെ എങ്ങനെ പൊല്യൂട്ട് ചെയ്യണം? ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ചിട്ട് നമ്മുടെ ഒഴുകിയിട്ട് എന്ത് ചെയ്യും? റിവറിലൊക്കെ ചെന്ന് ചേരും. അപ്പൊ എന്താ? ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അതിലുണ്ടെങ്കിൽ അങ്ങനെ അത് സർഫസ് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യും. അതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ എങ്ങനെ പൊല്യൂട്ട് ചെയ്യണേ? ഇപ്പൊ നമ്മള് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം എന്ത് ചെയ്യും? ലീച്ച് ചെയ്ത് പോവും അല്ലെ താഴത്തേക്ക്. അതായത് സോയിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് താഴെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ അത് പൊല്യൂട്ട് ചെയ്യും. അങ്ങനെ അഗ്രികൾച്ചർ ഇങ്ങനെ സർഫസ് വാട്ടറിനെയും അണ്ടർഗ്രൗണ്ട് വാട്ടറിനെയൊക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ത്? ഡ്യൂ ടു ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്.
So it can be avoided by using biomass as fertilizer and using non-toxic pesticides such as neem products. So ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ബയോമാസ് ഒക്കെ, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ പെസ്റ്റിസൈഡ്സ് നോൺ ടോക്സിക് ആയിട്ടുള്ള വിഷാംശം ഇല്ലാത്ത നോൺ ടോക്സിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, അതായത് നീം പ്രൊഡക്ട്സ് അങ്ങനത്തെയൊക്കെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ, പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കീടങ്ങളാണ് കേട്ടോ. അപ്പൊ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. അത് വേറെ എന്തെങ്കിലും ടെക്നിക്സ്, അതായത് ഇപ്പൊ ഈ ചെറിയ ചെറിയ കീടങ്ങളെയൊക്കെ ആഹാരമാക്കുന്ന വലിയ ജീവികൾ ഉണ്ടാവില്ലേ, സോ അതിനെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ അതുപോലെ എന്തെങ്കിലും ടെക്നിക്സ് കൊണ്ടുവന്നിട്ട് ഈ പെസ്റ്റിസൈഡ്സിന്റെ യൂസ് കുറയ്ക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. വാട്ടറിന്റെ പൊല്യൂഷൻ, സർഫസ് വാട്ടറിന്റെയും അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെയും പൊല്യൂഷൻ നമുക്ക് ഇതുവഴി, ഇങ്ങനെ ഉണ്ടാവുന്ന പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ റിവർ വാട്ടർ പൊല്യൂട്ട്സ് ബൈ വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് ആനിമൽസ്, ഡിസ്പോസിങ് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ബൈ ഇൻഡസ്ട്രീസ് ഫോർ ഷോർട്ട് ടേം എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ റിവർ വാട്ടറിന്റെ വേറൊരു രീതിയിൽ പൊല്യൂട്ട് ആവുന്നത് എങ്ങനെയാ, വാഷിംഗ് ക്ലോത്ത്സ്, തുണി അലക്കിയിട്ട്, അതുപോലെ വാഷിംഗ് മൃഗങ്ങളിലൊക്കെ പുഴയിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുക. അതുപോലെ എന്താ, ഡിസ്പോസിങ് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ, ഇൻഡസ്ട്രീസ് ഒക്കെ അവരുടെ വേസ്റ്റ് കൊണ്ടുവന്ന് പുഴയിൽ തള്ളുക അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ, റിവർ വാട്ടർ പൊല്യൂട്ട് ആവും. അപ്പം ഇതിന് ബെസ്റ്റ് മെത്തേഡ് എന്താ, പബ്ലിക് അവയർനെസ് കൊടുക്കുക, ജനങ്ങളെ ബോധവാന്മാരാക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നത് കാരണം വാട്ടർ പൊല്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളത്. അതായത് പബ്ലിക് അവയർനെസ് മേ ഇൻക്രീസിംഗ്ലി പുട്ട് പ്രഷർ ഓൺ ഇൻഡസ്ട്രി ടു പ്രൊഡ്യൂസ് ഓൺലി എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. അപ്പൊ അങ്ങനെ പബ്ലിക് അവയർനെസ് കൊടുക്കുമ്പോൾ അവര് തന്നെ ഇതുപോലുള്ള ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാണ്ടാവും അങ്ങനെ. സോ അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കും. സോ അങ്ങനെ പബ്ലിക് അവയർനെസ് കൊടുക്കുക, അതാണ് ഒരു സൊല്യൂഷൻ ഇതുപോലെയുള്ള പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫ്ലഡ്സ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളപ്പൊക്കം. സോ അതിനെ കുറിച്ച് ഇപ്പൊ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളത് നേരിട്ട് കണ്ടതല്ലേ, 2018-ലും 2019-ലും കേരളത്തില് ഏറ്റവും അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അല്ലെ ഫ്ലഡ്, വെള്ളപ്പൊക്കം വന്നിട്ട് കുറെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അല്ലെ. സോ അപ്പോൾ ഫ്ലഡ് നമുക്ക് എന്താ, ഒരു ബൈ ഡെഫിനിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റിലേറ്റീവ്ലി ഹൈ ഫ്ലോ ഓർ സ്റ്റേജ് ഇൻ എ റിവർ മാർക്ക്ഡ് ബൈ ഹയർ ദാൻ ദ യൂഷ്വൽ. സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഫ്ലോ റിവറിൽ ഉണ്ടാവുകയാണ്. കോസിങ് ഇനണ്ടേഷൻ ഓഫ് ലോ ലാൻഡ്, അത് എന്തുണ്ടാക്കും, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാക്കും. ഓർ എ ബോഡി ഓഫ് വാട്ടർ റൈസിങ്, സ്വെല്ലിംഗ് ആൻഡ് ഓവർഫ്ലോയിങ് ലാൻഡ് ദാറ്റ് ഈസ് നോട്ട് നോർമലി കവേർഡ് അണ്ടർ വാട്ടർ. സാധാരണ വാട്ടറിന്റെ അടിയിലല്ലാത്ത പ്രദേശങ്ങളൊക്കെ അണ്ടർ വാട്ടർ ആക്കും അല്ലെ. ഒരു ഹൈ ഫ്ലോ ഉണ്ടാവുകയാണ് റിവറിലൊക്കെ, ഒരു വലിയ വെള്ളത്തിന് ഒരു ഹൈ ഫ്ലോ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്, ഫ്ലഡ്. അത് നോർമലി അണ്ടർ വാട്ടർ അല്ലാത്ത പ്രദേശങ്ങളെല്ലാം അണ്ടർ വാട്ടർ ആക്കും അല്ലെ. ഇറ്റ്സ് എ വെരി സീരിയസ് എൻവയോൺമെന്റൽ ഹസാർഡ് ഫോർ സെഞ്ചുറീസ്. അതൊരു സീരിയസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഹസാർഡ് ആണ്. ബിക്കോസ് ഇറ്റ് കോസസ് ഡീഫോറസ്റ്റേഷൻ, destruction of agricultures, industries, destruction of biotic lives, etc. എന്താണ് ഫ്ലഡ് എന്തൊക്കെ ഉണ്ടാക്കും, ഡീഫോറസ്റ്റേഷൻ. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചു പോലെ, സോ മരങ്ങളെല്ലാം നശിച്ച് അങ്ങനെ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവും. ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഒക്കെ നശിച്ചു പോവും. ഇപ്പൊ കുട്ടനാട്ടിലൊക്കെ വെള്ളം കയറിയപ്പോ എന്താ ഉണ്ടായേ, മൊത്തം പാടങ്ങളും കൃഷിയും എല്ലാം നശിച്ചു അല്ലെ. അതുപോലെ ഇൻഡസ്ട്രീസ് എല്ലാം നശിച്ചു പോകും. ഇതൊന്നും കൂടാണ്ട് എന്താ, നമ്മുടെ ലൈഫ്സ്, ബയോട്ടിക് ലൈഫ്സ്, ജീവിതങ്ങളൊക്കെ, ജീവൻ തന്നെ എന്താണ്, നശിച്ചു പോണ അവസ്ഥയുണ്ട് അല്ലെ. അതുപോലെ ഫ്ലഡ് ആൾസോ റിസൾട്ട്സ് ഇൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് പോവും. അതുപോലെ ഡിസ്ട്രോയ് ഹോംസ് ആൻഡ് ലീഡ്സ് ടു ഗ്രേറ്റ് ലോസ് ഇൻ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ പാർപ്പിടങ്ങൾ, നമ്മുടെ ഹോംസ് ഒക്കെ നശിച്ചു പോവും. അതുപോലെ ചിലരുടെ ലൈഫ് തന്നെ നശിച്ചു പോവും. എല്ലാം നശിച്ചു പോകുമ്പോൾ എന്താണ്, നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിനെ വരെ അത് ബാധിക്കും അല്ലെ. അതുപോലെ ഡ്യൂ ടു ഫ്ലഡ് സം റിവർ, ഇപ്പൊ റിവറിന്റെ കേസിലാണെങ്കിൽ ഫ്ലഡ് വരുമ്പോൾ എന്താ, അതിന്റെ ഡൈവേർട്ട് ചെയ്യും, അതിന്റെ ഫ്ലോ ഒക്കെ ഡൈവേർട്ട് ചെയ്ത് വേറെ, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു അല്ലെ, ഏതൊക്കെയോ പുഴകളൊക്കെ ഗതി മാറി സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പുഴകളൊക്കെ എന്താ, അതിന്റെ ഫ്ലോ ഡൈവേർട്ട് ചെയ്തൊക്കെ പോവും ഫ്ലഡ് കാരണം അല്ലെ.
സോ ഫുള്ള് എന്താണ് നാശനഷ്ടങ്ങളാണ്. More damaging as the people have deforested the catchment and intensified use of river floodplains that once acted as safety plains. അത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഫ്ലഡ് ഓൾറെഡി ഡീഫോറസ്റ്റേഷൻ ഉണ്ടാക്കും. പക്ഷെ ഓൾറെഡി ഡീഫോറസ്റ്റേഷൻ നടന്ന ഒരു സ്ഥലമാണെങ്കിൽ ഫ്ലഡ് വരുമ്പോൾ എന്താ അവിടെ മരങ്ങളൊന്നും ഇല്ല അല്ലെ? സോ മരങ്ങൾ ഉണ്ടെങ്കിൽ എന്താ ഫ്ലഡ് വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ മരങ്ങൾക്ക് അത് പിടിച്ചു നിർത്താനുള്ള കുറച്ചെങ്കിലും വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ? സോ ഡീഫോറസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ എന്താ വെള്ളം മൊത്തം സോയിൽ ഇറോഷൻ ഒക്കെ എല്ലാം സംഭവിച്ച് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഉരുൾപൊട്ടലും വെള്ളം വെള്ളം മണ്ണോട് കൂടി എന്താ ഒലിച്ചു പോയി ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഈ ഡീഫോറസ്റ്റേഷൻ ആണ് എന്താ ഈ ഫ്ലഡിന് ഇത്രയും എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം. തിരിച്ചും നമുക്ക് പറയാം ഡീഫോറസ്റ്റേഷൻ കാരണം ഫ്ലഡ് ഉണ്ടാവും, ഫ്ലഡ് കാരണം ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഇന്റൻസിഫൈഡ് യൂസ് ഓഫ് റിവർ ഫ്ലഡ് പ്ലെയിൻസ് ദാറ്റ് വൺസ് ആക്ടഡ് ആസ് സേഫ്റ്റി പ്ലെയിൻസ്. ഈ റിവർ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ അത് ഫ്ലഡ് പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് എക്സ്ട്രാ വെള്ളം വരുമ്പോൾ ഫ്ലഡ് വരുമ്പോൾ അതിനെ റിസീവ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ റിവർ ഫ്ലഡ് പ്ലെയിൻ. സോ നമുക്ക് അങ്ങനെ ഫ്ലഡ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്താണ് ആ റിവർ ഫ്ലഡ് പ്ലെയിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ ഈ വെള്ളത്തിന് എക്സ്ട്രാ വെള്ളം വരുമ്പോൾ അതിനെ റിസീവ് ചെയ്യാനുള്ള അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ ഫ്ലഡ് കൂടുതൽ എന്താണ് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കും. ഓക്കെ, സോ അടുത്തതാണ് എന്താ ഡ്രോട്ട്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഇപ്പൊ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ് വരൾച്ച. ഓക്കെ, ഇൻ മോസ്റ്റ് arid regions of the world the rains are unpredictable. This lead a serious scarcity of water to drink, use in farms or other uses. Okay, അതായത് ഇപ്പൊ റെയിൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? മഴ ഇത്ര ഇപ്പൊ നമ്മള് പറയുമായിരുന്നു ജൂൺ ജൂലൈ ഒക്കെ സമയങ്ങളാകുമ്പോഴാണ് മഴ പെയ്യുക, അല്ലെങ്കിൽ ഇടവ മാസത്തിൽ അല്ലെങ്കിൽ തുലാം മാസത്തിലൊക്കെയാണ് മഴ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ ആണോ? അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഇഷ്ടമുള്ള സമയത്താണ് മഴ പെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് മഴ വരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം വരും ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? മഴ തീരെ ഇല്ലാതിരുന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. അങ്ങനെയാണ് വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി ഉണ്ടാവും. വെള്ളം നമുക്ക് കുടിക്കാൻ ഉണ്ടാവില്ല, നമുക്ക് യൂസ് ചെയ്യാൻ ഉണ്ടാവില്ല, നമുക്ക് അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്താ ഡ്രോട്ട് ഉണ്ടാവുന്നത്, വരൾച്ച. സോ മഴ ഇല്ലാണ്ട് ആവുമ്പോൾ ഏതെങ്കിലും ഒരു മൺസൂൺ ഇല്ലാണ്ട് ആവുമ്പോഴാണ് എന്താണ് വരൾച്ച ഉണ്ടാവുന്നത് അല്ലെ? Drought is an unpredictable climatic condition and occurs due to the failure of one or more monsoon. അതായത് മൺസൂൺ ഉണ്ടാവാതിരിക്കുമ്പോൾ ആണ് എന്താണ്, അതായത് മഴ പെയ്യാതിരിക്കുമ്പോൾ എന്താണ് ഡ്രോട്ട് ഉണ്ടാവുന്നത്. അതുപോലെ ഇറ്റ് വേരീസ് ഇൻ ഫ്രീക്വൻസി ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. അത് ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. The scarcity of water during drought year affects homes, agriculture and industry. എല്ലാത്തിനും എഫക്ട് ചെയ്യൂലേ? ഇപ്പൊ ഫ്ലഡ് എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ വെള്ളം ഇല്ലാണ്ടായാലോ അതും എന്തിനൊക്കെയാ നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ വെള്ളം ഇല്ലാണ്ടായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ നമ്മള് അഗ്രികൾച്ചറൽ ഫീൽഡുകളിലൊന്നും ചെടിയൊന്നും നനയ്ക്കാനൊന്നും വെള്ളമില്ല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാം നശിച്ചു പോകും. നമ്മുടെ മെയിൻ ഫുഡ് സോഴ്സ് എന്താണ്? അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആണ് അല്ലെ? അപ്പൊ അതൊക്കെ നശിച്ചു പോയാൽ നമുക്ക് ഫുഡൊന്നും കിട്ടാത്തൊരവസ്ഥ വരും. ഓക്കെ, അതുപോലെ ഇൻഡസ്ട്രീസ് എല്ലായിടത്തും എന്താ വെള്ളം ആവശ്യമാണ്. അപ്പൊ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ ഇതെല്ലാം എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഫുഡ് ഷോർട്ടേജ്. അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യം ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവും. ഫുഡ് ഷോർട്ടേജ് ഉണ്ടായാൽ എന്താ മാൽന്യൂട്രീഷൻ, അതായത് ന്യൂട്രീഷൻ ഉള്ള ഫുഡൊന്നും നമുക്ക് കിട്ടില്ല. കൂടുതലും അത് ആരെ എഫക്ട് ചെയ്യുന്നത്? കുട്ടികളെ. കാരണം കുട്ടികൾക്ക് അവര് വളരുന്ന പ്രായത്തിൽ കറക്റ്റ് ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് തന്നെ കിട്ടണം അല്ലെ? സോ മാൽന്യൂട്രീഷൻ വരുമ്പോൾ അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് എന്താ? കുട്ടികളെയാണ്. One of the factors that worsens the effect of drought is deforestation. അത് നമ്മളിപ്പോ ഫ്ലഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ കാരണമാണ് ഈ ഡ്രോട്ട് ഇത്രയും പ്രശ്നമാവാൻ കാരണം. എന്താണ്? കാരണം ഫോറസ്റ്റ് കവർ ഉണ്ടെങ്കിൽ ഇറ്റ് പെർമിറ്റ്സ് വാട്ടർ ടു ബി ഹെൽഡ് ഇൻ ദ ഏരിയ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ ആ മരത്തിന്റെ വേരുകൾ വെള്ളം വരുമ്പോൾ അതിനെ അവര് എന്ത് ചെയ്യും? ഹെൽഡ് ചെയ്തിട്ട് സീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിലേക്ക്, അതായത് മണ്ണിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ടർ നമ്മൾ പറഞ്ഞു അല്ലെ, ഗ്രൗണ്ട് വാട്ടറിനെ അത് റീചാർജ് ചെയ്യും. സോ എന്ത് ചെയ്യും? നമുക്ക്
ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വെള്ളം അല്ലേ. സോ അങ്ങനെ ഫോറസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട്, ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചത് കൊണ്ട് എന്താ ഇങ്ങനെ നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ഡ്രോട്ടൊക്കെ വരുമ്പോൾ വെള്ളം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവില്ല. സോ ഡീഫോറസ്റ്റേഷൻ ആണ് ഈ ഡ്രോട്ടിനെ ഇത്രയും ഒരു പ്രശ്നമാക്കി മാറ്റിയതെന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? സോ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോറസ്റ്റ് ഉണ്ടാക്കുക, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതാണ് എന്ത് ഒരു ലോങ് ടേം മെഷർ ദാറ്റ് റിഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഡ്രോട്ട്. ആ ഡ്രോട്ടിന്റെ ഇമ്പാക്ട് കുറയ്ക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഫോറസ്റ്റേഷൻ, മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ നമുക്ക് വെള്ളം കിട്ടുന്ന സമയത്ത് അത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഡ്രോട്ട് വരുന്ന കേസിലാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ പറയുന്നത് ഇഫ് യു ഗോട്ട് മൺസൂൺ അഡിക്വേറ്റ്. നമുക്കിപ്പോൾ ഒരു കാലത്ത് അഡിക്വേറ്റ് മൺസൂൺ കിട്ടിയെങ്കിൽ അപ്പൊ നമ്മൾ വാട്ടർ കോൺഷ്യസ്ലി യൂസ് ചെയ്തിട്ട് അത് കൺസർവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഡ്രോട്ട് വരുന്ന സമയങ്ങളിൽ യൂസ് ചെയ്യുക. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്ത്യ ഹാസ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഡ്രോട്ട് പ്രോൺ ഏരിയാസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രോട്ട് വരുന്ന സ്ഥലങ്ങളിൽ, അപ്പൊ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ കൃഷിയെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഡ്രോട്ട് വരുമ്പോൾ എന്താ അഗ്രികൾച്ചറൽ ലാൻഡ് മൊത്തം ഇതായി പോകും അല്ലെ, വെള്ളം ഇല്ലാതെ വരുമ്പോൾ പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോകും. സോ അപ്പൊ ആ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ആ വർഷം അവരുടെ എന്താ ഇൻകം ഒന്നും ഉണ്ടാവില്ല അല്ലെ അവർക്ക്. സോ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനത്തെ കേസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കും. അതായത് വേറെ എന്തെങ്കിലും ജോലികളിലൊക്കെ അവരെ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യും. അതാണ് പറയുന്നത് ഇന്ത്യ ഹാസ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും, ഡ്രോട്ട് വരുന്ന സമയങ്ങളിൽ അവർക്ക് ഇൻകം ഇല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് ഫ്ലഡിനെ കുറിച്ചും ഡ്രോട്ടിനെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളത് ഡാംസ്. ഡാംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാംസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ സോഴ്സസിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബാരിയർ ആണ്, അല്ലെങ്കിൽ അതൊരു സ്ട്രക്ചർ ആണ്. എന്തിനാണ് അത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് റിസർവോയർ എന്ന് പറയുന്നത്. അപ്പൊ ഡാമിന്റെ റിസർവോയറിലാണ് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ വെള്ളം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും, ഡ്രിങ്കിങ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, മറ്റേ ഡൊമസ്റ്റിക് യൂസസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ അതിനാണ് നമ്മൾ ഡാംസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും, ഹൈഡ്രോ പവർ ജനറേഷന് വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രിസിറ്റി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആ വാട്ടർ യൂസ് ചെയ്യും. ഓക്കെ, സോ ഡാംസ് എന്തിനു വേണ്ടിയിട്ട്, അതിനു വേണ്ടിയും കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഇടുക്കി ഡാമൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. എന്തിനാണ്, ഇടുക്കി ഡാമിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ പവർ ജനറേഷൻ ആണ്, അതായത് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ large dams are designed to control floods and help to supply water to drought prone areas. ഇത് മാത്രമല്ല, നമുക്ക് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെ, അതായത് ഇപ്പോൾ കൂടുതൽ വെള്ളം, അതായത് റിവറിൽ നിന്ന് കൂടുതൽ വെള്ളം വരിക എന്ന് വിചാരിച്ചു, അതായത് ഫ്ലഡ് വരുമ്പോൾ ആ വെള്ളം റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ ഫ്ലഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ, ഡാമിൽ വെള്ളം ഇത്ര അടി താഴ്ന്നു അല്ലെങ്കിൽ ഇത്ര അടി പൊന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ, വെള്ളം ആ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ, അപ്പോൾ കൂടുതൽ വെള്ളം വരുമ്പോൾ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഇത്ര അടി കൂടി കൂടി ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും റിസർവോയറിനൊക്കെ, ഇത്ര വരെ എന്താണ് മാക്സിമം സ്റ്റോറേജ് ലെവൽ ഉണ്ടാവും. ആ ലെവലിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഷട്ടർ തുറന്നിട്ട് ആ വെള്ളം പതുക്കെ പതുക്കെ പുറത്ത് വിടും അല്ലേ. അപ്പം നമ്മൾ ഡാമിന്റെ ഷട്ടർ തുറന്നു അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസ് ഇപ്പം കൂടുതലായിട്ടും നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതെന്തുകൊണ്ടാണ്, നമ്മൾ വരുന്ന വെള്ളം ആ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനൊരു മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ എന്താ, ആ എക്സസ് വരുന്ന വാട്ടർ ഷട്ടർ തുറന്നിട്ട് പുറത്തേക്ക് ഒഴുക്കി വിടും. ഓക്കെ, അപ്പൊ ഡാമിന്റെ ഷട്ടർ തുറക്കാൻ വൈകിയത് കൊണ്ടാണ് എന്താണ് ഇത് വന്നത്. അങ്ങനെയൊക്കെ കുറെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം വന്നപ്പോൾ. സോ അതാണ് എന്ത്, ഇപ്പം ലാർജ് ഡാംസ് ഒക്കെ നമ്മൾ യൂസ്ഡ് ടു കൺട്രോൾ ഫ്ലഡ് കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽപ്പ് ടു സപ്ലൈ വാട്ടർ ടു ഡ്രോട്ട് പ്രോൺ ഏരിയാസ്. ഡ്രോട്ട് പ്രോൺ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താ, വരൾച്ച ഉള്ള സ്ഥലങ്ങൾ, അവിടേക്ക് വെള്ളം സപ്ലൈ ചെയ്യാനും, അതായത് റിസർവോയിൽ സ്റ്റോർ ചെയ്ത വാട്ടർ നമുക്ക് ഡ്രോട്ട് വരുമ്പോൾ എന്താ അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാം. സോ അതിനും നമുക്ക് യൂസ് ചെയ്യാം.
ബട്ട് ലാർജ് ഡാംസ് ആർ കോസ് കാറ്റാസ്ട്രോഫിക് എൻവയോൺമെന്റൽ ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലാർജ് ഡാംസ് പറഞ്ഞാൽ വലിയ ഡാംസ് വരുന്ന സമയത്ത് എൻവയോൺമെന്റൽ ഡാമേജസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഡാംസ് എവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, റിവറിനെ ക്രോസ് ആയിട്ട്. അപ്പോൾ ഒരു ലാർജ് ഏരിയ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിസർവോയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്ര ലാർജ് ഏരിയ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് വേണ്ടിയിരിക്കും എന്ത് ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റിസർവോയർ ഡാമിന് വേണ്ടിയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ. സോ അത് എൻവയോൺമെന്റൽ ഡാമേജസ് ഉണ്ടാക്കും അല്ലേ. കുറേ എക്കോസിസ്റ്റംസ് ഒക്കെ നശിച്ചു പോകും, ബയോഡൈവേഴ്സിറ്റി ഇല്ലാണ്ടാവും ഒക്കെ അങ്ങനെ. അതായത് ജന്തുക്കളും ജീവജാലങ്ങളും എല്ലാം നശിച്ചു പോകും. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ റിവറിന്റെ തീരങ്ങളിൽ ഒക്കെ താമസിക്കുന്ന ട്രൈബൽ പീപ്പിൾസ് ഉണ്ടാവും അല്ലെ, ഫോറസ്റ്റിലൊക്കെ താമസിക്കുന്ന ട്രൈബൽ പീപ്പിൾസ്. നമ്മൾ മറ്റേ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അവരെ കുറിച്ച്. സോ അവർക്ക് അവരുടെ അവരുടെ വീടുകളും എല്ലാം നഷ്ടപ്പെടും, അവർക്ക് ഡിസ്പ്ലേസ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഈ ഡാം കൺസ്ട്രക്ഷൻ കാരണം ഉണ്ട് അല്ലെ. ഈ ഡാമിനെ കൊണ്ട് ഇത്രയും യൂസസ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ലാർജ് ഡാംസ് ഒക്കെ ആകുമ്പോൾ കൂടുതലായിരിക്കും അങ്ങനെ എൻവയോൺമെന്റൽ ഡാമേജസ്. ഹെൻസ് attempt has been made to construct small dams. അപ്പോൾ സ്മോൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റ് കുറവായിരിക്കും എൻവയോൺമെന്റിൽ. അതായത് മൾട്ടിപ്പിൾ സ്മോൾ ഡാംസ്, ഒരു വലിയ ലാർജ് ഡാമിന് പകരം മൾട്ടിപ്പിൾ സ്മോൾ ഡാംസ് ഹാവ് ലെസ് എഫക്റ്റ് ഓൺ എൻവയോൺമെന്റ്. അതാണെങ്കിൽ എൻവയോൺമെന്റിൽ എഫക്റ്റ്. ഇപ്പൊ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അടുത്തത് നോക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് ഡാംസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഡൊമസ്റ്റിക് യൂസ്, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസസിനൊക്കെ വെള്ളം സപ്ലൈ ചെയ്യും. അതുപോലെ പ്രൊവൈഡ് എക്സ്ട്രാ വാട്ടർ ഫോർ അഗ്രികൾച്ചറിന്, ഇൻഡസ്ട്രീസിലേക്ക്, ഹൈഡ്രോ പവർ ജനറേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞൂലേ, അതിനൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യും. ഡാംസ് എയിം അറ്റ് പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഫോർ ട്രൈബൽ പീപ്പിൾസ്. ഇപ്പൊ ട്രൈബൽ പീപ്പിൾസിന് അവിടെ എന്തെങ്കിലും ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ വരുമ്പോൾ അവിടെ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. അതുപോലെ ഡാംസ് റൈസിങ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ. അതായത് ട്രൈബൽ പീപ്പിളിന്റെ ലൈഫിന് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് വരും ഡാംസ് ഒക്കെ അവിടെ വരുന്ന സമയത്ത്. ആ ഏരിയ ഒക്കെ ഒന്ന് ഡെവലപ്പ് ആവും. അപ്പൊ അവരുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് ഒക്കെ മാറും. അതുപോലെ ഹെൽപ്സ് ഇൻ ചെക്കിംഗ് ഫ്ലഡ് കൺട്രോൾ ചെയ്യും, അത് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അതുവഴി റെഡ്യൂസ് പവർ ഷോർട്ടേജ്. അപ്പോൾ പവർ ഷോർട്ടേജ് കുറയ്ക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ പ്രൊവൈഡ് ഇറിഗേഷൻ വാട്ടർ ടു ലോവർ ഏരിയാസ്, ഇറിഗേഷൻ വാട്ടർ അതായത് അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള വാട്ടർ. പ്രൊമോട്ട് നാവിഗേഷൻ ആൻഡ് ഫിഷറി, അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഡാമിന്റെ റിസർവോയറിലൊക്കെ നമുക്ക് നാവിഗേഷൻ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഫിഷറീസ്, മീൻ പിടിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ ലാർജ് ഡാംസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇത് കൂടാണ്ട് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൂടെ ഉണ്ട്. ഓക്കെ, അതുകൂടെ നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് ഡാംസ് എന്തൊക്കെയാണ്? ഡാം കൺസ്ട്രക്ഷൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ആക്കിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഡാം കൺസ്ട്രക്ഷൻ ആൻഡ് സബ്മേർഷൻ ലീഡ്സ് ടു ലോസ് ഓഫ് ഫാം ലാൻഡ്, ഫോറസ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് ഒക്കെ നശിപ്പിച്ചിട്ടൊക്കെ ആണ് ഡാം കൺസ്ട്രക്ഷൻ വരുന്നെങ്കിൽ അതൊക്കെ ഡിഫോറസ്റ്റേഷൻ ഒക്കെ ഉണ്ടാവും. അതുപോലെ സിൽട്ടേഷൻ ഓഫ് റിസർവോയർ ലീഡ്സ് ടു വാട്ടർ ലോഗിങ് ആൻഡ് സലൈനേഷൻ ഇൻ സറൗണ്ടിങ് ലാൻഡ്സ് വിച്ച് റെഡ്യൂസസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ റിസർവോയേഴ്സിലൊക്കെ സിൽട്ടേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് അടിഞ്ഞു കൂടുന്നതിനാണ് സിൽട്ട്. അതായത് സിൽട്ട് എന്ന് പറഞ്ഞാൽ മണ്ണ്, പൂഴി മണ്ണൊക്കെ ഇല്ലേ, അതാണ് സിൽട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മണ്ണ് അടിഞ്ഞു കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം ഇപ്പോൾ റിസർവോയറിലൊക്കെ ഇപ്പോൾ റിവറിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൽ നിന്ന് മണ്ണുണ്ടാവും. അപ്പൊ അത് സെറ്റിൽ ആവും. അത് സെറ്റിൽ ആകുമ്പോൾ വാട്ടർ ലോഗിങ് ഉണ്ടാവും. വെള്ളം ഇപ്പൊ മണ്ണ് കുറെ ഇങ്ങനെ സെറ്റിൽ ആയിട്ട് അടിയിൽ കിടക്കുവാണെങ്കിൽ വെള്ളം പൊന്തി വരും അല്ലെ. അങ്ങനെ പൊങ്ങി വരുമ്പോൾ വാട്ടർ ലോഗിങ് ഉണ്ടാവും. വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഡാമിന്റെ അഡ്ജസന്റ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും അഗ്രികൾച്ചറൽ ഫാംസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെയൊക്കെ വെള്ളം കൂടുതലായിട്ട് പൊങ്ങിക്കിടക്കും. അതായത് വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടിക്കിടക്കും. ഓക്കെ, അതാണ് വാട്ടർ ലോഗിങ്. സോ റിസർവോയറിൽ സിൽട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വാട്ടർ ലോഗിങ് ഉണ്ടാവും. അതുകൂടാണ്ട് ഈ വാട്ടർ ലോഗിങ് കാരണം സലൈനേഷൻ ഉണ്ടാവും. സലൈനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു ലാൻഡ്, ആ ലാൻഡിൽ വാട്ടർ ലോഗിങ് ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ആ വെള്ളത്തിലുള്ള സാൾട്ടുകളില്ലേ, സാൾട്ട് എന്ന് ഉദ്ദേശിക്കുന്ന സോഡിയം, അങ്ങനത്തെ എലമെന്റ്സ് ഇല്ലേ, അതൊക്കെ സെറ്റിൽ ചെയ്യും.
ആ ചെടിയിൽ അല്ലെങ്കിൽ അല്ല ആ പ്ലാന്റിന്റെ റൂട്ടിൽ അതൊക്കെ സെറ്റിൽ ചെയ്യും. അപ്പൊ സാൾട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് സലൈനേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സാൾട്ട് ഒക്കെ അവിടെ സെറ്റിൽ ചെയ്ത് എന്താ ഉണ്ടാവുക, ഈ സോയിലിന്റെ ഒക്കെ പോസ് ഒക്കെ എന്താ ക്ലോസ് ആവും. അതായത് മണ്ണിലുള്ള സുഷിരങ്ങളൊക്കെ ക്ലോസ് ആയി പോകും. അപ്പൊ വെള്ളമൊക്കെ ഉള്ളിലേക്ക് പോവില്ല. അപ്പൊ റൂട്ടിലേക്ക് വെള്ളം ഒന്നും കിട്ടില്ല. അങ്ങനെ സലൈനേഷൻ ഉണ്ടാവും. സോ റിസർവോയറിൽ സിൽട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തൊക്കെ ഉണ്ടാക്കും, വാട്ടർ ലോഗിങ്ങും, വാട്ടർ ലോഗിങ് ഇൻ ടേൺ എന്താവും, സലൈനേഷനും ഉണ്ടാക്കും. എവിടെ, ആ റിസർവോയറിന് ചുറ്റുമുള്ള അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ. ഓക്കെ, അതുപോലെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ സീരിയസ് ഇമ്പാക്ട് ഓൺ എക്കോസിസ്റ്റം സച്ച് ആസ് ലോസ് ഓഫ് സ്പീഷീസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതെ, അതായത് ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവികളും അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ മൊത്തം ജീവജാലങ്ങൾക്കും എന്താണ് അവരുടെയൊക്കെ ലൈഫ് നശിച്ചു പോകും. അതുപോലെ റീസെറ്റിൽമെന്റ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്രൈബൽ പീപ്പിൾ, അതും നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്, ട്രൈബൽ പീപ്പിൾസിനൊക്കെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും. ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിവേഴ്സ്, അതായത് റിവേഴ്സിന്റെ അക്രോസ് അല്ലേ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ഒക്കെ എന്താണ് ദിശയൊക്കെ മാറി അതിന്റെയൊക്കെ ശരിക്കുള്ള റൂട്ടിൽ നിന്നൊക്കെ മാറിയൊക്കെ ഫ്ലോ ചെയ്യേണ്ടിയൊക്കെ വരും. ഓക്കെ, അതുപോലെ ഡിസ്ലോഡ്ജിങ് ഓഫ് അനിമൽസിനും ഇത് സംഭവിക്കും. എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഡ്യൂ ടു റോട്ടിംഗ് ഓഫ് വെജിറ്റേഷൻ. അപ്പൊ അതായത് ഡീഫോറസ്റ്റേഷനും അതുപോലെ വെജിറ്റേഷനൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എന്താ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ, അതുപോലെ ഗ്ലോബൽ വാർമിംഗ് എല്ലാം ഉണ്ടാവും. അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റിസർവോയേഴ്സ് ഇൻഡ്യൂസസ് സീസ്മിസിറ്റി. ഇപ്പൊ റിസർവോയേഴ്സ് ശരിക്കും എർത്ത് ഒക്കെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഭൂമി കുലുക്കങ്ങൾ അതൊക്കെ. സോ അതൊക്കെ എന്താണ്, ലാർജ് ഡാംസിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താ മത്സരം എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. അതായത് ടുഡേ ഡ്യൂ ടു ഇൻക്രീസിങ് കൺസംഷൻ വാട്ടർ ബിക്കംസ് സ്കേഴ്സ്. ദിസ് സ്കേഴ്സിറ്റി ഈസ് ആൻ എമർജിംഗ് ത്രെറ്റ് ടു ഗ്ലോബൽ പോപ്പുലേഷൻ. അതെ, ഇപ്പൊ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുക, അതായത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ വാട്ടറിന്റെ കൺസംഷനും കൂടുകയാണ്. സോ എന്താണ്, വാട്ടർ ഇല്ലാത്ത അവസ്ഥ വരാം. വാട്ടർ ബിക്കം സ്കേഴ്സ്. ആ സ്കേഴ്സിറ്റി ആണ് എന്ത്, ഒരു വലിയ ത്രെട്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഗ്ലോബൽ കൺസംഷൻ ഓഫ് വാട്ടർ ഡബിളിങ് എവറി 20 ഇയർ. ഓരോ 20 വർഷം കൂടുമ്പോഴും വാട്ടറിന്റെ കൺസംഷൻ, വാട്ടർ ഉപയോഗിക്കുന്നത് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൺസംഷൻ റേറ്റ് ഈസ് മോർ ദാൻ ദ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാളും കൂടുതലാണ് എന്ത്, കൺസംഷൻ റേറ്റ്. A region where renewable fresh water availability is below 1700 cubic meters per capita per annum is a water stress region. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് അവിടുത്തെ ഫ്രഷ് വാട്ടറിന്റെ അവൈലബിലിറ്റി 1700 മീറ്റർ ക്യൂബിനേക്കാളും കുറവാണെങ്കിൽ, 1700 മീറ്റർ ക്യൂബ് പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്. പെർ ക്യാപിറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് എന്നുള്ള അർത്ഥമാണ്. പെർ ആനം, ഒരു വർഷം ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ 1700 മീറ്റർ ക്യൂബിനേക്കാളും കുറവാണെങ്കിൽ അവിടെ ആ റീജിയൻ നമ്മുടെ വാട്ടർ സ്ട്രെസ് റീജിയൻ എന്നാണ് പറയുന്നത്. ആൻഡ് വൺ വേർ അവൈലബിലിറ്റി ഫോൾസ് ബിലോ 1000, 1000-നേക്കാളും കുറവാണെങ്കിൽ അവിടെ എന്താ, ദാറ്റ് പ്ലേസ് എക്സ്പീരിയൻസ് ക്രോണിക് വാട്ടർ സ്കേഴ്സിറ്റി, ഭയങ്കരമായിട്ടുള്ള വാട്ടർ സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയാണ് പറയുന്നത്. സോ വാട്ടർ സ്ട്രെസ് റീജിയണും വാട്ടർ സ്കേഴ്സ് റീജിയണും. ദിസ് വിൽ ലീഡ് ടു കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ കൺട്രീസ് ഓവർ ദ ഷെയറിംഗ് ഓഫ് വാട്ടർ. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് എവിടെയാണ് വരുന്നത്, ഇത്രയും വാട്ടറിന്റെ ആവശ്യകത അല്ലെങ്കിൽ നെസസിറ്റി വരുമ്പോ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ കേസിൽ തമിഴ്നാടും കേരളവും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അതേപോലെ ചില റിവേഴ്സ് എന്താണ്, ചില രാജ്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട് വാട്ടർ. സോ അവിടെയൊക്കെ കോൺഫ്ലിക്റ്റ് എപ്പോഴാ വരിക, നമ്മുടെ വാട്ടർ കൺസംഷൻ കൂടി നമ്മുടെ വാട്ടറിന്റെ നെസസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ, അടിപിടിയാവും അല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത് കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ. ഇപ്പൊ നമ്മുടെ കേസിലൊക്കെ എക്സാമ്പിൾ ആണെങ്കിൽ എന്താണ്, തമിഴ്നാടും കേരളവും തമ്മിൽ മുല്ലപ്പെരിയാറിന്റെ കേസിൽ ഇതുപോലെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കുറെ രാജ്യങ്ങൾ ഇതുപോലെ ഒരേ റിവറിൽ നിന്ന് വെള്ളം ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഷെയറിങ്ങിന്റെ കേസിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അടിപിടി ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്, വാട്ടറിന്റെ സ്കേഴ്സിറ്റി വരികയാണ്, വാട്ടർ കൺസംഷൻ കൂടാണ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുകയാണ്. സോ വാട്ടർ കൺസംഷൻ കൂടാണ്. സോ വാട്ടർ സ്കേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് കോൺഫ്ലിക്ട്സ് വരുന്നത് ബിറ്റ്വീൻ ദ കൺട്രീസ് ഫോർ ഷെയറിങ് വാട്ടർ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് വാട്ടർ റിസോഴ്സസിൽ പഠിക്കാനുള്ളത്. ഓക്കെ,
സോ വാട്ടർ റിസോഴ്സസിൽ നമ്മൾ എന്തൊക്കെയാ ആദ്യം മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ കണ്ടു. എന്തൊക്കെയാ? റെയിൻഫാള്, ഗ്രൗണ്ട് വാട്ടർ, സർഫസ് വാട്ടർ. പിന്നെ നമ്മൾ സർഫസ് വാട്ടറിന്റെയും ഗ്രൗണ്ട് വാട്ടറിന്റെയും യൂസും ഓവർ യൂട്ടിലൈസേഷനും എങ്ങനെയാ അത് പൊല്യൂട്ട് ആവുന്നത്, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ കണ്ടു. പിന്നെ ഫ്ലഡിനെ കുറിച്ച് അതിന്റെ കോസസ് ഒക്കെ പറഞ്ഞു. പിന്നെ ഡ്രോട്ട് എന്താന്ന് പറഞ്ഞു, അതിന്റെ കോസസ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഡാംസ്, ലാർജ് ഡാംസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് അവസാനം എന്താണ്? കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ, അതും കൂടെ നമ്മൾ കണ്ടു. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 പോർഷൻ കവർ ചെയ്തു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫോറസ്റ്റ് റിസോഴ്സസ്, അതിന്റെ പാർട്സ്, അതുപോലെ ഇപ്പോൾ വാട്ടർ റിസോഴ്സസ്, അതിന്റെ പാർട്സ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് മിനറൽ റിസോഴ്സസും ഫുഡ് റിസോഴ്സസും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മിനറൽ റിസോഴ്സസ് ആൻഡ് ഫുഡ് റിസോഴ്സസ്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.